വാപ്പയുണ്ടാക്കുന്ന നല്ല ഒന്നാം തരം കല്യാണ ബിരിയാണി റോഡരികിൽ വിറ്റു തീർക്കുന്നത് മകനും. വണ്ടിയുടെ പുറകെ ഇരിക്കുന്ന ചെമ്പിനകത്ത് മൊത്തം ബിരിയാണിയാണോ? അതെ അതെ. വണ്ടി വന്നാൽ ചെമ്പ് കാലിയാകാൻ മണിക്കൂറുകൾ മതി. ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ തട്ടാരമ്പലം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ. ഈ രുചിയോട് തോന്നും തീരാത്ത മുഹബത്ത്. ഒരു ഒമിനിക്കകത്ത് ബിരിയാണി വിൽക്കുന്ന ഒരു യുവാവുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. ഈ ഒരു ലൊക്കാലിറ്റിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന, ഞാനിവിടെ വന്നതിന് ശേഷം നല്ല തിരക്കായിരുന്നു. ആൾക്കാരൊക്കെ വന്നിട്ട് ബിരിയാണി ചെമ്പ് അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചപ്പോൾ തന്നെ സാധനം വാങ്ങിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട്. വണ്ടിയുടെ പുറകെ ഇരിക്കുന്ന ചെമ്പിനകത്ത് മൊത്തം ബിരിയാണിയാണോ? അതെ അതെ. ഇത് ശരിക്കും തുടങ്ങിയിട്ട് എത്ര നാളായി? ഞാനിപ്പോ 1.5 വർഷമായി. 1.5 വർഷമായി. 1.5 വർഷമായിട്ട് ഇവിടെ ബിരിയാണി എടുക്കുന്ന ആളാണ്. ഓക്കെ. അപ്പോഴേ ഇത് ചെയ്ത് കൊണ്ടുവരുന്ന എവിടുന്നാ? ഞാൻ കായംകുളം. കായംകുളം. വീട് എവിടാ? അപ്പം ചേരാവള്ളി. കായംകുളത്ത് ചേരാവള്ളി. നമ്മുടെ കാറ്ററിംഗിന്റെ പേരെന്താണ്? ആസിം കാറ്ററിംഗ് സർവീസ്. ആസിം കാറ്ററിംഗ് സർവീസ്. ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് നമ്മൾ എത്തുന്നത് എങ്ങനെയാണ്? പാപ്പാക്ക് കാറ്ററിംഗിന്റെ വർക്കായിരുന്നു. പാപ്പ നേരെ ഫുഡ്, കല്യാണ വർക്ക് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകും. അങ്ങനെ ഞാൻ വിചാരിച്ചാൽ ഇതാകുമ്പോ സ്ഥിരം ഒരു വരുമാനം ആവുമല്ലോ. മറ്റേത് ആഴ്ചയിലൊക്കെ കാണത്തുള്ളൂ. ആഴ്ചയിലൊക്കെ കല്യാണ വർക്ക് വർക്ക്. ഇതാകുമ്പോ സ്ഥിരം ഒരു വരുമാനം ആവില്ല. അങ്ങനെ ഇതും തുടങ്ങാമെന്ന് പറഞ്ഞ് ഇവിടെ തുടങ്ങിയതാണ്. തുടങ്ങി ഒരു ഓമിനി എടുത്തു. ഓമിനിക്കകത്ത് ബിരിയാണിയും കയറ്റിക്കൊണ്ട് എല്ലാ ദിവസവും ഇവിടെ എത്ര മണിയാകുമ്പോൾ വരും? ഇവിടെ 12 മണിയാകുമ്പോൾ എത്തും. 12 മണിയാകുമ്പോൾ വരും. അപ്പം വാപ്പിയുടെ കൂടെ കാറ്ററിംഗിന് പോകാറുണ്ടോ? പോകാറുണ്ട്. ഓക്കെ. ഈ ബിരിയാണി ചെയ്തു തരുന്ന ആരാണ്? വാപ്പിച്ചാണോ? ബിരിയാണി രണ്ടുപേരും ഉണ്ട്. ഞാനും കാണും, വാപ്പായും കാണും. എത്ര മണിയാകുമ്പോൾ തുടങ്ങും ഇതിന്റെ പരിപാടിയൊക്കെ? എല്ലാ ദിവസവും വെളുപ്പിനെ ഒരു 5 മണി, 4 മണി, 5 മണിയാകുമ്പോൾ. 4 മണി 5 മണിയാകുമ്പോൾ തുടങ്ങും. 4 മണി 5 മണിക്ക് തുടങ്ങിയാൽ മാത്രം ഈ 12:30 1 മണിയാകുമ്പോൾ ഇവിടെ എത്താൻ പറ്റും. തട്ടാരമ്പലത്ത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ബിരിയാണിക്ക് എത്ര രൂപയാണ്? 110 രൂപ. 110 രൂപ. ഈ 110 രൂപയ്ക്ക് അത്യാവശ്യം ആ ഒരു പൊതിയിൽ നല്ല റൈസ് ഉണ്ടാവും. തീർച്ചയായും. എത്ര പീസ് ചിക്കൻ ഉണ്ടാവും? 2 പീസ് ചിക്കൻ ഉണ്ടാവും. ഓക്കെ. അപ്പോഴേ എത്ര ദൂരമുണ്ട് ഇവിടുന്ന് വീട്ടിലേക്ക്? എത്ര ദൂരമുണ്ട്? ഇവിടുന്ന് ഒരു 12 കിലോമീറ്റർ. 12 കിലോമീറ്റർ. ദിവസവും ആ 12 കിലോമീറ്റർ താണ്ടിയാണ് ഇവിടെ വരാറുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് കറക്റ്റ് ബിരിയാണി എത്ര മണിയാകുമ്പോൾ ഇവിടുന്ന് കൊടുക്കും? ഞാൻ കറക്റ്റ് 12 മണിയാകുമ്പോൾ